ഇന്ന് നമുക്ക് ചീര വിളവെടുപ്പ് നടത്തിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ചീരയൊക്കെ കഴിക്കാൻ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ചീര പൊട്ടിച്ചു. അത്യാവശ്യം കണ്ടോ വലിയ തണ്ടൊക്കെ ഉണ്ട്. മഴയൊക്കെ കിട്ടിയപ്പോൾ നല്ല ഭംഗിയിൽ വളർന്നു. ഇനി അവിടെ നിർത്തിയാൽ പിന്നെ മണ്ണൊക്കെ പിടിച്ചിട്ട് ആകതാവും. അപ്പോൾ പൊട്ടിച്ച് വന്നപ്പോൾ അത്യാവശ്യമുണ്ട്. കാണുമ്പോൾ അത്രയൊന്നും തോന്നിയില്ല, പക്ഷെ പൊട്ടിച്ച് വന്നപ്പോഴൊക്കെ നന്നായിട്ടുണ്ട്. പുഴുക്കേടുള്ള ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചീര വേഗം പൊട്ടിക്കുക നല്ലത്. അല്ലെങ്കിൽ പുഴുക്കൾ നല്ല ഇലയിലൊക്കെ പുഴുക്കൾ ഇങ്ങനെ കൊത്തുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും. ഉണ്ട് വലിയ ഇലയിലൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ടുള്ളത് കേട്ടോ. പുഴുക്കളൊക്കെ നോക്കിയിട്ട് എല്ലാം കണ്ടോ ഇതേപോലെ ആവും. അപ്പോൾ അതിൽ നല്ല തണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് തണ്ട് എടുക്കണ കൂടിയിട്ട് അരിയാം കേട്ടോ. നല്ല തണ്ടൊക്കെ ചെറുതാക്കിയിട്ട് അരിയാം. എന്താ വെച്ചാൽ നമ്മുടെ നാടൻ ചീരയല്ലേ, വാങ്ങുന്ന ചീരയൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളതിലൊന്നും കളയാനില്ല. അതിൻ്റെ ആ പൂവും അതുപോലെ ഇങ്ങനെയുള്ള പൊട്ട ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമേ കളയണ്ടൂ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ചീര ഉണ്ടായി നിൽക്കണവിടെ തന്നെ ഇതൊക്കെ കൊണ്ടിട്ടാൽ അതിൻ്റെ ഈ പൂവുകൾ, അത് വിത്താണല്ലോ, ആ വിത്ത് തന്നെ മഴ പെയ്യുമ്പോൾ അത് ചീര തൈകളായിട്ട് മാറും. അപ്പോൾ ഇതൊന്നും കളയണ്ട. പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ കോഴികളും കൊത്തി തിന്നും. അപ്പോൾ അങ്ങനെ ഒന്നും വേസ്റ്റ് ആക്കാനില്ല. പിന്നെ ഇങ്ങനത്തെയൊക്കെ മറ്റേ തരം ചീരയാണ്, നമ്മുടെ വേറെ നാടൻ ചീരയിൽ വിട്ടത്. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഭയങ്കര മൂത്ത തണ്ടാവും. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ചെറിയ തണ്ടുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ഇതൊക്കെ പൊട്ടിക്കലായിരുന്നു ഇന്നത്തെ പണി. അപ്പോൾ ഇവരെയൊക്കെ അരിയണം. കുറച്ചൊക്കെ അരിയാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നേക്കല്ല കേട്ടോ, നാളേക്കാണ്. നാളെ നമുക്ക് ചീരത്തോരൻ, ഞങ്ങളൊക്കെ ഇവിടെ ഉപ്പേരി എന്നൊക്കെ പറയും, ചിലരും തോരൻ എന്നല്ല പറയാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ വിളവെടുപ്പ്. അപ്പോൾ ഇത് ഇപ്പോൾ മഴ കിട്ടിയ കാരണം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ 4-5 ദിവസം ആകുമ്പോഴേക്കും ഇത് വന്ന് പൊട്ടി മുളച്ച് വേറെ ഉണ്ടായിക്കോളും. അത്ര കുഴപ്പമൊന്നുമില്ല, വേഗം ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചീരത്തോരൻ കഴിക്കാറാവും. പിന്നെ നല്ല മഴ കിട്ടുമ്പോൾ മണ്ണ് വേഗം അതും പിടിക്കും. അതൊക്കെ നന്നായി കഴുകി കളഞ്ഞിട്ട് വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മണ്ണ് കടിക്കും. അപ്പോൾ നന്നായി കഴുകി കളഞ്ഞ് അരിഞ്ഞ് കുട്ടപ്പനാക്കട്ടെ കേട്ടോ. അരിഞ്ഞ് വന്നപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നും കുറച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇന്നും നാളെയും കൂടി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ചീരത്തോരൻ സൂപ്പർ.